السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم. وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل واذكروا الله كثيرا لعلكم تفلحون. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വദ്കുറുല്ലാഹ കസീറൻ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുക, നിങ്ങൾ ധാരാളമായി ദിക്റുകൾ ചൊല്ലുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അത്രയത്. കഴിഞ്ഞ ഖുതുബയിൽ ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുർ റജുൽ الذي يذكر الله والذي لا يذكر الله مثل الحي والميت. അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു മനുഷ്യനും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മരിച്ചൊരു വ്യക്തിയും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസത്തെ പോലെയാണ്. ഇത് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ മഹത്വം കുറിച്ച് പറയുകയാണ് എങ്കിൽ അനവധി ആയത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന യദ്കുറൂനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് يقول الله عز وجل والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനമാണ്, വഅജ്റൻ അദീമ, അതിമഹത്തായ പ്രതിഫലമാണ് അവരെ കാത്തിരിക്കുന്നത്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് പറയുകയുണ്ടായി, സബഖൽ മുഫർരിദൂൻ സബഖൽ മുഫർരിദൂൻ,
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റുള്ളവരുമായി സാമ്യമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു വിഭാഗം അവർ ഏറെ മുൻകടന്നിരിക്കുന്നു. ഒരു പറ്റം ആളുകൾ അവർ ഏറെ മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വമൽ മുഫർരിദൂൻ, അള്ളാഹുവിൻ്റെ റസൂലേ, മറ്റുള്ളവരോട് സാമ്യമില്ലാത്ത ഈ ഏറെ പ്രത്യേകതയുള്ള ആളുകൾ എന്ന് പറയുന്നവർ ആരാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാരെന്നും ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീകളെന്നും പറഞ്ഞിട്ടുള്ള ആ വിഭാഗമാണ് ആ ഒരു പ്രത്യേക വിഭാഗം. അവർ ഏറെ മുൻകടന്നിരിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫദ്കുറൂനി അദ്കുർകും, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ എന്നെ സ്മരിക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെയും സ്മരിക്കുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് എത്രമാത്രം നിങ്ങൾ ഓർക്കുന്നുവോ അള്ളാഹു സുബ്ഹാനഹു വ തആലയും നിങ്ങളെക്കുറിച്ച് ഓർക്കുമെന്നും അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. قال رسول الله صلى الله عليه وسلم من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير 100 مرة. ആരെങ്കിലും ഒരു ദിവസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാവർക്കും സുപരിചിതമായ എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 100 തവണ പറയുകയാണെങ്കിൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എത്രമാത്രമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 മറ കാനത് ലഹു അദ്ല 10 റിഖാബിൻ, അവനെ സംബന്ധിച്ചിടത്തോളം 10 അടിമകളെ മോചിപ്പിച്ച അത്രയും പ്രതിഫലം അവന് ലഭിക്കും. 10 അടിമകളായ മനുഷ്യരെ മോചിപ്പിച്ച അത്രയും പ്രതിഫലം അവന് ലഭിക്കും. ഇല്ല, തീർന്നില്ല. അതിനുശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വകുതിബ ലഹു 100 ഹസന, അവന് 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. വമഹാ അൻഹു 100 സയ്യിഅ, അവന് 100 പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. വകാന ഫീ ഹിർസിൻ മിനശ് ശൈത്താനി ഫീ യൗമിഹി, അന്നേ ദിവസം പിശാചിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു കാവൽ നൽകുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം പ്രതിഫലമാണ് ഈ ഒരു ദിക്ർ അവൻ ചൊല്ലുകയാണെങ്കിൽ അവന് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, 10 ഹസനത്തുകളുടെ പ്രതിഫലം, 10 പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. ഇല്ല, തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിൽ നിന്ന് അവനൊരു കാവലും ഏർപ്പെടുത്തും. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ റജുലുൻ അമില അക്തറ മിൻ അമലിഹി, അവനേക്കാൾ ഒരാൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലാതെ അവന്റെ അത്രയും അമൽ ചെയ്ത ഫضലുള്ള ഒരു മനുഷ്യൻ ആ ദിവസത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അത്രമാത്രം ഫضലാണ് ആ ദിക്റിനുള്ളത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോ ദിക്റുകൾക്കും മഹത്വമുണ്ട്. അതാണ് ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ സ്മരിക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെയും സ്മരിക്കുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്ന പക്ഷം അള്ളാഹു നിങ്ങളെയും ഓർക്കുന്നതാണ്. മാത്രമല്ല വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാകുക. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകൾ ചൊല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.
فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ ഏതൊരു വഅദ് കേൾക്കുകയാണെങ്കിലും ഖുത്ബ കേൾക്കുകയാണെങ്കിലും അതിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിൽ ഒരു നേട്ടം നമുക്കുണ്ടാകണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഈ ഒരു ഹദീസ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 തവണ ഒരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ ഇത്രമാത്രം പ്രതിഫലം അവന് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കെ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഒരു വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലദിക്റുല്ലാഹി അക്ബർ ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞ ശേഷം നമസ്കാരം നിങ്ങളെ തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നു, എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണല്ലോ, ദിക്റുകളാണല്ലോ. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് കേട്ടോ നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും വലുത്. വലദിക്റുല്ലാഹി അക്ബർ, അതാകുന്നു ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെക്കുറിച്ചും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം അവസാനിക്കുന്നത്. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുകയും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ നന്നാക്കി ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് ക്ഷമിക്കുവാൻ റബ്ബിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا. اللهم اجمع كلمتهم ووحد صفوفهم واشف مرضاهم وداو جرحاهم وعاف مبتلاهم وأطعم جائعهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. اللهم حرر الأقصى من الكفرة الظالمين وارزقنا فيه صلاة قبل الممات. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.